മഴ കണ്ട, പെരുമഴ, ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. തുണികൾ കഴുകി ഉണക്കാൻ നിവർത്തിയില്ല. അന്തരീക്ഷമൊക്കെ കണ്ട പെരുമഴ. മക്കളങ്ങനെ ഇരിക്കുന്നു സന്തോഷമായിട്ട് ചാടായി. നസ്രൂറ വിശേഷങ്ങൾ പറഞ്ഞുവിടും മക്കളെ. പിന്നെ അവിടെ പറയും മഴയുണ്ടാന്ന്. പിന്നെന്താണ്, ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, സന്തോഷം. അതിലൊക്കെ എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിന്ന് മക്കളെ കാണിച്ചു തരാനാണ് വന്നത്. തുണികളൊക്കെ മക്കളത് കഴുകിയിട്ടേക്കുന്നാണ്ടാ, ഉണങ്ങണ്ടേ, എന്ത് ചെയ്യും? അതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് പാടാണ് ഉണക്കി ഇടാനൊക്കെ. പിന്നെ ഈ പഴയതൊക്കെ ഇരുന്നതൊക്കെ തട്ടിപ്പറക്കി എടുത്ത്. മസറൂറാക്ക് കുഴപ്പമില്ല, മുഷ്താഖിനും മിഫ്സലിനുമാണ് പാട്. മുഷ്താഖ് ഇങ്ങോട്ട് നോക്കുവാനേ. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച ഞങ്ങള്. മക്കൾക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. കറണ്ട് പോയി വന്ന് നിൽക്കുന്നു. ഇഷ്ടം പോലെ ആത്തിച്ചൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാ. പിന്നെന്താണ്, നിങ്ങളടുത്ത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട്, മക്കളവിടെ ഇരിക്കട്ടെ, ഒറ്റപ്പെട്ട് നമ്മൾ പോകുമ്പം നമ്മൾ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടി വരും. പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വന്നാലും നമ്മൾ ഒറ്റപ്പെട്ട് നിന്നേ പറ്റൂ. പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പിണക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണെന്നറിയാമോ? മക്കളാണ്. സ്കൂളിലായാലും എവിടെ ചെന്നാലും മക്കളെ മുമ്പ് വെച്ച് ഇവരെ വാപ്പ എന്തിയേ എന്ന് ചോദിക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ആൻസർ പറയുമായിരുന്നു, മരണപ്പെട്ടു പോയി. പക്ഷേ റബ്ബത് എഴുതപ്പെട്ട് മരിച്ചുപോയി, ഇന്ന് ഈ ദുനിയാവിലില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു മെൻ്റൽ പോലെ ആയിട്ട് ഇവിടം വരെ ഇങ്ങനെ എത്തി. ഒരു 70% ഞാൻ ഓക്കെ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ ഉത്തരം എൻ്റെ മക്കളാണ്. ഈ മക്കൾ മിസ്സലേ, കാരണം എന്ന് വെച്ചാൽ മോനെ ആധാർ എടുക്കുമ്പം വാപ്പാരെ ആധാർ, ഉമ്മാക്കും വാപ്പാക്കും ഒരേ പ്രാധാന്യമാണ് മക്കളിൽ. അല്ലാ, ഇങ്ങനെയൊക്കെ ആയാൽ എനിക്ക് ഒരു വിഷമം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ വിധി. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാതെ തങ്ങളിലുള്ള വാശിയും വമ്പും വൈരാഗ്യവും ഒന്നും തീർക്കരുത്. പിന്നെ എൻ്റെ മസ്റൂറ, എൻ്റെ മുഷ്താഖ്, ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം എന്താ ഈ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ നിന്നിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പടച്ചോ, എനിക്ക് ഇവിടം വരെ എത്തി. എൻ്റെ ജീവിതം തകർത്ത ഒറ്റൊരു കാര്യമാണ് അവിഹിതം. നിങ്ങൾക്കറിയാമോ? എൻ്റെ ഈ മക്കൾ, ഞാൻ എൻ്റെ ജീവിതം താറുമാറാക്കി. വിശപ്പ്, പാല് കുടിക്കുന്ന കുട്ടി, നിങ്ങൾക്കറിയാമോ? ഇതെല്ലാം ഇപ്പം ഞാൻ എന്താണെന്നറിയാമോ? ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് ഞാൻ ഭക്ഷണം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതെനിക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് മനുഷ്യർ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ എല്ലാത്തിലും നിന്നിട്ടുണ്ട്. കാട്ടിലും മലയിലും തോലൊടിക്കാനും എൻ്റെ കുഞ്ഞുമോനെ ചാക്കിൽ കൊണ്ട് കിടത്തിയിട്ടാണ് ഞാൻ ജോലികൾ ചെയ്യുന്നത്. എൻ്റെ മസ്റൂറ മോളാണ് എൻ്റെ മോനെ കൂടുതലും പൊടിയെ നോക്കിയിട്ടുള്ളത്. അവൾക്ക് മടിയിൽ വെച്ച് ഞാൻ എടുത്തു വെച്ച് കൊടുക്കും. അവൾ അത്ര പ്രാപ്തി ആയില്ലായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് എനിക്ക് സുഖത്തിലും ദുഃഖത്തിലും ഏറ്റവും കൂടുതൽ നിന്നത് എൻ്റെ മസ്റൂറയാണ്. അതുകൊണ്ടാണ് എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ ചോദിച്ചില്ലേ, മസ്റൂറ. ഏറ്റവും എനിക്ക് പ്രാധാന്യം നൽകുന്ന എൻ്റെ മകളാണ് എൻ്റെ മസ്റൂറ. പിന്നെ എൻ്റെ മുഷ്താഖും എൻ്റെ മിഫ്സലും, ഇവരും എൻ്റെ ജീവനാണ്. ഇവരെ കാണാതെ എനിക്ക് പറ്റിയേയില്ല. വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മായും വാപ്പായും ഓരോ ദിവസം നിർത്തിയാലും ഞാൻ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ മക്കളെന്തിയെ, എൻ്റെ മക്കളെന്തിയെന്ന് ചോദിച്ചോട് മക്കളെ. കാര്യങ്ങൾ, വിശേഷങ്ങൾ പിന്നെ ഉണ്ട്. പിന്നെ മുഷ്താഖ് കണ്ട വണ്ടിയാണ് ഇഷ്ടം. പിന്നെ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണ്, ആരെയും അമിതമായി സ്നേഹിക്കരുത്, വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾക്ക് കാണണ്ടേ, ഇത്രയും എല്ലാം വാരിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഒരൊറ്റ കവർ ആക്രിയുണ്ട് കൊടുക്കാനേ. അതിനകത്ത് ദാണ്ടേ, ഇതിനകത്ത് മൊത്തം ഞാൻ വാരിക്കെട്ടി വെച്ചേക്കണം ആക്രികൾ. പിന്നെ മക്കൾ കിടന്ന ബെഡൊന്നും വൃത്തിയാക്കിയില്ല. എല്ലാം ഒരുവിധമൊക്കെ പറക്കി. എനിക്ക് വലിയ സാധനങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. പിന്നെന്താണ്, എൻ്റെ ഉമ്മ വാപ്പ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ. ഇന്നൊന്നും വേവിച്ചൊന്നും ഇല്ല കേട്ടോ. ചായ ഇട്ട് വെച്ച്, ചായ
കുടിച്ചില്ല. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യ, ജോലിയില്ല. അടുത്ത മാസം ശമ്പളം വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണത്. കഴിഞ്ഞ മാസം അത്രയും പാലെടുത്ത പൈസ ഉള്ളതുകൊണ്ട് തട്ടിയും മുട്ടിയും പോയി. പിന്നെ എൻ്റെ അമ്മൂമ്മ ഇന്നലെ കാണിച്ചില്ലേ, എൻ്റെ അമ്മൂമ്മ എനിക്ക് വീട് വയ്ക്കാൻ ഒരു ചെറിയ സംഭാവന തന്നിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന്, അമ്മൂമ്മേരെ കൊണ്ട് ഒക്കുന്നത്. പിന്നെ അമ്മൂമ്മേൻ്റെ പേരാണ് സരസമ്മൂമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ പട്ടിണി എന്താണെന്നറിഞ്ഞപ്പോൾ അമ്മൂമ്മേരെ നമ്മുടെ കയ്യിൽ പൊതിഞ്ഞ് 50 രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇക്കാ വേറെ ഒരു പെണ്ണുങ്ങളിലൂടെയും പോവരുതേ പോവരുതേ പോവരുതേ. മക്കളെപ്പോഴും പറയുമായിരുന്നു, വാപ്പച്ചി നമ്മുടെ വീട്ടിൽ വരണേ, നമ്മളെ വീട്ടിൽ വരണേ, നമ്മളെ വീട്ടിൽ വരണേന്ന്. ഇന്ന് ജീവിതം എന്നെ കരയിപ്പിച്ച ഒരൊറ്റ കാര്യമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു, ഭക്ഷണത്തിനില്ലായിരുന്നു, ഒന്നിനും ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് കേറിക്കിടക്കാടാവുന്നു. അൽഹംദുലില്ലാ, പലരെ സഹായമാണ്. എൻ്റെ മസ്റൂറ മോൾ, എൻ്റെ മുഷ്താഖ് മോൻ, എൻ്റെ മിഫ്സൽ മോൻ, ഇവരെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടിന് നിന്ന്. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്ത് പോണ്. ഇന്ന് വാപ്പായും ഉമ്മായൊക്കെ വൈകിട്ടത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഉമ്മാരടുത്ത് പറഞ്ഞ് അരിയടുപ്പ് ഇടാൻ. ഉച്ചയ്ക്ക് നമ്മളവിടെ കാണും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പോണ. ആടില്ലല്ലോ, ആട് പോയപ്പോഴേ ഞാൻ പിന്നെ മേലിലോട്ടൊന്നും ഒന്നും കയറൂല. പിന്നെ ആടിനോടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ചാറ്റലും മഴയൊന്നും നനയിപ്പിക്കാൻ പറ്റില്ല. മുഖത്ത് നല്ല വെളുപ്പ് കാണിച്ചു കൊടുക്കണേ, വെളുപ്പ് പറ്റുന്നു. പിന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ കുറച്ചൊക്കെ എന്നാലും നല്ല വെളുപ്പമുണ്ട് മുഖത്ത്. ഈ ക്യാമറയുടെ ഇതാണ് എന്തോ, എൻ്റെ ഫോണിൻ്റെതാന്തോ. പിന്നെ മോനെ വീഴും. എല്ലാവരുടെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുത്താണ് മക്കളെ. ഒരു പാട്ട് പാടിക്കൊടുത്താണ്. കുറച്ച് പാടിക്കൊടു. പതിവായി ജലിക്കുന്നു പരിഹാരമാരാണെന്നു ആമിന ബീവി ചിരിച്ചു കുറച്ച് പാടിക്കൊടു. ചിറയോനി സ്തുതിച്ച് മനമുള്ളിൽ ചുരുറാകുന്നേ, മുത്തിൻ വജ്ഹവം നടത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്താരെ ഒരുത്തരെ വാഴ്ത്തി അൽഹംദുലില്ലാഹി യാ റഹ്മാനേ. പിന്നെ എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മസ്റൂറ പാടും. ഈ അടിനോടിൻ്റെ പ്രശ്നം വന്നാൽ ഭയങ്കര മൂക്കടപ്പാണ്. ഈ പ്രശ്നം വന്നു പോയാൽ 12 വയസ്സ് വരെയുള്ള ഡോക്ടർ പറഞ്ഞു, വന്നു പോയാലേ ഉള്ളൂ വിഷയം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പാട്ട് ഇന്നലെ ലൈവിൽ പാടണമെന്ന് പറഞ്ഞായിരുന്നു. ഏത് പാട്ടെന്നറിയാമോ? ഏത് പാട്ടാണ്? ഒരു പാട്ട് പറഞ്ഞായിരുന്നു ഞാൻ ലൈവിൽ പാടാന്നപ്പോൾ തുടങ്ങിയപ്പോൾ. കത്തിക്കാളും മഹ്ശറാമുറ്റത്തു ചെല്ലും നേരമിൽ, കുത്തനെ ഉദിച്ചു കത്തി ശംസ് നിൽക്കും നേരമിൽ, എത്തും ഷഫാഅത്തുമായി മുത്തുനൂറ് നേരമിൽ, ഹാത്തിമുൻ നബിയ റസൂലേ കാട്ടിത്തരൂ ശൂരധീരരേ, ശംസുൽ ഹുദാവേ ബദറുൽ അമീനേ, ഷറഫുൽ ബഷീറിൻ മഹബൂബേ, മുസ്തഫ മുഹമ്മദേ മുബശ്ശിരേ മുജീറരേ, മുജ്തബായ മുർസൽ നബിയരേ, മുർത്തള മുഖയ്യദേ മുമജ്ജിദേ മുസമ്മിലേ, മുർഷിദായ രാജസയ്യിദേ, അൽ അമീനു യാ വൽ ഹബീബു യാ, അസ്സലാത്തു വസ്സലാമു യാ. പിന്നെ ഇതൊക്കെയുള്ള വിശേഷം. ഇനി മസ്റൂറായെ പഠിപ്പിക്കണം. കൈ എന്തൊക്കെ ഒരു മഞ്ഞ മഞ്ഞപ്പൊടി. അതാണ് കഞ്ഞിയും കറിയും കളിച്ചാ. ഇനി എൻ്റെ മുടി ഒന്ന് വെട്ടണം. മുടി മസ്റൂറാക്ക് ഇതാ ഇത്രയായി. മുടി നല്ല ലെങ്തിയായി. മുടി കണ്ടാ, മുടി ഒന്ന് വെട്ടണം. അധികം ഉള്ളില്ല മുടിക്ക്. അതിന് മുടി ഒന്ന് വെട്ടണം. അതാ ഉടുപ്പ് കടിക്കുന്നത്. താത്തർ എല്ലാവരും കാണും വയറ്. ഒരു പാട്ട് പാടിക്കൊടുത്താണ് മക്കളെ, ഒരു പാട്ട് പാടിക്കൊടുത്താണ്. കടുവേരെ പാട്ടി കൊടുത്താണ്. മസ്റൂറാരെ പാട്ട് പാടിക്കൊടു. ഏത് പാട്ടാണ് മസ്റ? അഹദിന്റെ പാടിക്കൊടുത്താണ്.
ചിമ്മച്ചും ചിറാൽ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്താണി, മുത്തം കൊടുത്താണി. മിച്ചുമോ എല്ലാവർക്കും ഒരു 3 പേര് കെട്ടിപ്പിടിച്ചൊരു കെട്ടിപ്പിടിച്ച് നിന്നാണ് എല്ലാവരും കാണി. എൻ്റെ മുസ്താക്കും മിഫ്സലും പാടിയേ പൊന്നു പാടാ. മുച്ചിയുടെ പൊന്നാ വരില്ലു ചുണ്ണരിണ്ട് പറ പൊന്നെ അമ്പനി ഇച്ചി. എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ മക്കളാ. കണ്ട ഇത്രയും വളർന്നു മാഷാ അല്ലാ. എൻ്റെ മക്കള് 3 പേര് ഇവിടം വരെ എത്തി. എൻ്റെ പൊടിക്ക് 1 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ്, ഇവിടം വരെ എത്തിയില്ലേ. ഒരു ഉമ്മച്ചി നോക്കണില്ലേ. എനിക്ക് ജോലിയില്ല എന്നൊരു വിഷമമുണ്ട്. അടുത്ത മാസത്തെ കാര്യം എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കളേ. നമ്മുടെ ചാനൽ എന്തരാണ്? മസൂർ മാറിന്ന് കൊടുത്തോക്കളെ. കാക്കയൊക്കെ പാടിക്കൊടുക്ക്. കൂട്ടിന്റെ അടുത്ത് കുഞ്ഞുണ്ട്, തീറ്റക്കൊക്കാനുണ്ട്, നെയ്യപ്പൊക്കത്തിങ്ങനെ പോയി. ഒരു ചാടി കാണിച്ചു കൊടുത്താണ് എല്ലാവർക്കും. കണ്ട ചാടാനൊക്കെ അറിയാം എൻ്റെ കൊച്ചിനെണ്ട. കറങ്ങാൻ അറിയാം, കുത്തിമറിയാനും അറിയാം. കുത്തിമറിഞ്ഞ് കളിച്ചു കൊടുത്താണ്. തല നോവും. കുത്തി നിക്കറൊക്കെ മേലോട്ട് പിടിച്ചിട്ട് കുത്തി കയറിയ. ഓഹോ കൊച്ചു വീണ്. അപ്പം എത്രയേ ഉള്ളു വീണ്. പോട്ട് വന്ന. ശരി, അസ്സലാമു അലൈക്കും.